പ്രിയപ്പെട്ടവരെ നമസ്കാരം. എ എം എം എ അമ്മ എന്ന് പറയുന്ന താരസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ഇപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ വിഷയത്തിൽ അൻസിബയും ടിനി ടോമും ശ്വേതാ മേനോനൊക്കെ ആയിട്ടുള്ളൊരു വിഷയമാണ്. ആ വിഷയം അവർ പറയുന്നുണ്ട്. ഒരു വെണ്ണല എന്ന് പറയുന്ന നമ്മുടെ എറണാകുളത്തുള്ള ഒരു അമ്പലത്തിൽ നിന്ന് അവിടെ നിന്ന് ഒരു പരസ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ട് വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇന്ന് കണ്ടു. അപ്പോൾ അതിനകത്തൊരു ഒന്ന് രണ്ട് കൗതുകം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാം. മേള സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിവാദം തലപൊക്കിയിരിക്കുന്നു. വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വെണ്ണലയിലാണ് 25 ലക്ഷം രൂപ വാങ്ങിയ നടപടി എക്സിക്യൂട്ടീവിൽ അൻസിബ ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ അവരുടെ നീക്കത്തെ എതിർത്തുകൊണ്ട് ശ്വേതാ മേനോൻ ഇടപെട്ടുകൊണ്ട് ആ പണം വാങ്ങി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആക്ഷേപം. അത് ഇപ്പോൾ ആ ക്ഷേത്രത്തിന്റെ ചെയർമാൻ, ട്രസ്റ്റ് ചെയർമാൻ, അതായത് 75 ലക്ഷം രൂപക്ക് അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരസ്യം കുടുംബമേള എന്തോ അമ്മ സംഘടന AMM എന്ന് പറയുന്ന സംഘടന നടത്തുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ അമ്പലം അതിൻ്റെ ഭാഗമാവുന്നു. 75 ലക്ഷം രൂപ താരസംഘടന ചോദിക്കുന്നു. അതിന് 30 ലക്ഷം കൊടുക്കുന്നു. 45 ഇനി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം അവിടുത്തെ ട്രസ്റ്റിൻ്റെ ചെയർമാൻ സംസാരിക്കുന്നതാണ് ഈ വീഡിയോ. നന്ദകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അമ്മയുടെ കുടുംബമേളയല്ല, കുടുംബ സംഗമം. അതിന് ബാക്ക്ഡ്രോപ്പിൽ ക്ഷേത്രത്തെ പ്രൊജക്ട് ചെയ്യും. കേൾക്കണ്ട, അത് അവർ 5 or 6 തവണ അവരുടെ കമ്മിറ്റികളിൽ ചർച്ച ചെയ്ത് ഈ അൻസിബ ഒഴിച്ച് ബാക്കി എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തെന്ന് ഞങ്ങളെ പ്രൂവ് ചെയ്തു. ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിട്ടു, അതിന് അഡ്വാൻസും കൊടുത്തു. ബാക്കി പെൻഡിംഗ് ആണ് 45. 75 മുമ്പ് കൊടുക്കും. അമ്പലം ബാക്കിൽ മേള ഈ സംഗമം നടക്കുമ്പോൾ അതിൻ്റെ പ്രൊജക്റ്റായിട്ട് അമ്പലത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ പ്രൊജക്റ്റ് ചെയ്യുന്നതന്നെയാണ് 75 ലക്ഷം രൂപ ചോദിക്കുന്നത്. 30 കൊടുത്ത് 45 കൊടുക്കണം. അപ്പം അൻസിബ അതിനെ എതിർത്തു. അപ്പം അതാണ് അൻസിബയ്ക്ക് എതിരായിട്ട് എല്ലാവരും തിരിയാൻ കാരണം. എന്തെങ്കിലും ഇതുണ്ടോ, രേഖകൾ? ചെക്ക് വഴി കൊടുത്തേക്കണം അമ്മയുടെ അക്കൗണ്ടിലേക്ക്. ബാക്കി തുക എപ്പോഴായിരിക്കും? ബാക്കി തുക ഞങ്ങൾക്ക് ആ ബില്ല് അതിന്റെ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി പരസ്യമല്ലേ, പരസ്യം ഞങ്ങൾ എന്തൊരു പൈസ കൊടുക്കണം. ക്ഷേത്ര ട്രസ്റ്റില് ഈ വിഷയം ചർച്ച ചെയ്തു. ട്രസ്റ്റിന്റെ ഒരു ഭാരവാഹി അയച്ച് അമ്മ ഓഫീസിലടക്കം പല ഡിസ്കഷൻ കഴിച്ച ശേഷമാണ് ഈ പണം കൊടുത്തത്. അതായത് പരസ്യത്തിന് വേണ്ടിയിട്ട് ഒരു പൈസ എപ്പോഴും ചെലവാക്കാറുണ്ട് വെണ്ണല എന്ന് പറയുന്ന ക്ഷേത്രം. അപ്പോൾ അതിനകത്ത് കൊടുത്തു. അതിനകത്ത് അസ്വാഭാവികത ഇല്ല എന്നാണ് ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ പറയുന്നത്. ഇനി പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. പ്രപ്പോസൽ വന്നു, കൊള്ളാമെന്ന് തോന്നി കൊടുത്തു, അത്രയേ ഉള്ളൂ. ഭാവിയിൽ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഭാവിയിൽ ചിലപ്പോ അത് ഉപകാരപ്പെടും. ഭാവിയിൽ ഉപകാരപ്പെടും. എങ്ങനെ ഉപകാരപ്പെടും? അതാണ് നമ്മളൊരു പോയിന്റ്. ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം അമ്മ പോലെയുള്ള ഒരു സ്ഥാപനം, അതായത് ഇപ്പോഴത്തെ നിലയ്ക്ക് ക്ഷേത്രങ്ങളെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവന്നാലേ ആകർഷിക്കാൻ പറ്റൂ. ഭക്തി കുറച്ചു തുടങ്ങി. അപ്പൊ ഭക്തിക്ക് ആക്കം കൂട്ടണമെങ്കിൽ കുറെ പരസ്യങ്ങൾ വേണം. മനസ്സിലായോ? അൻസിബയും ഈ കറക്റ്റ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ ഭക്തി ആളുകൾക്ക് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ ഭക്തിയൊക്കെ ആക്കം കൂട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വേണം. അപ്പോൾ പരസ്യങ്ങൾ ചെയ്ത് ആളുകളെ കൂട്ടണം അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അമ്പലം ആയിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, ഇതായിരിക്കും ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ആളുകളെ ആകർഷിക്കണം. ഭക്തിക്ക് ആക്കം കൂട്ടാനായിട്ട് പരസ്യം വേണം. അപ്പോൾ പരസ്യങ്ങളൊക്കെ തേടി പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും അല്ലേ. പരസ്യം കണ്ടുകൊണ്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. പരസ്യം കണ്ടുകൊണ്ട് ദൈവങ്ങളെ ആശ്രയിച്ച് നിങ്ങൾ മുന്നോട്ട് പോകല്ലേ. അതിൻ്റെ പിന്നിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പള്ളിയായാലും അമ്പലമായാലും ദൈവങ്ങളെ നിങ്ങൾക്ക് നീ തന്നെ തുണ.